എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഒമർ ലുലു ആണ് സിനിമ സംവിധാനം ചെയ്തത്. സിനിമ തിയേറ്ററുകളിൽ നല്ലൊരു റെസ്പോൺസ് നേടിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം റഹ്മാനും ബാബു ആന്റണിയും അഭിനയിച്ച സിനിമയാണ് ബാഡ് ബോയ്സ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസിന് ബാഡ് ബോയ്സ് റിലീസ് ഉണ്ടാകും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയാണ്. ദിലീപും തമനയും കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു ബാന്ദ്ര. സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയമായി മാറി. ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് ദിലീപ് ഈ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയ്ക്ക് കാര്യമായ റെസ്പോൺസ് ലഭിച്ചില്ല. സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി, ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ ഡിസംബർ 20 ശേഷം OTT റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു അയാം കാതലൻ. ദിലീഷ് പോത്തൻ, നസ്ലിൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നസ്ലിൻ ഒരു ഹാക്കറായിട്ടാണ് സിനിമയിൽ വരുന്നത്. ഗിരീഷ് ഏടിയാണ് സിനിമ സംവിധാനം ചെയ്തത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടത്ര ഹൈപ്പ് ലഭിച്ചില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പ്രൈമറിന് ശേഷം വന്ന സിനിമയായതുകൊണ്ട് ഒരുപാട് പേര് കണ്ടു. പക്ഷേ സിനിമയ്ക്ക് വലിയൊരു കഥയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ അയാം കാതലൻ എന്ന സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ ഡിസംബർ 3 വീക്കിൽ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബോഗൻവില്ല എന്ന സിനിമയെക്കുറിച്ചാണ്. അമൽ നിരുതിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബോഗൻവില്ല. കുഞ്ചാക്ക ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിലാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. കുഞ്ചാക്ക ബോബനാണ് സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫഹദ് ഫാസിലിന് റോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം 13 ബോഗൻവില്ല എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലിനും ബേസിലും കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. നസ്രിയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ അഭിനയിക്കുന്നത്, അത് മലയാളത്തിൽ. ഈ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരുന്നു. ഒരു കോമഡി മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി. എന്നാൽ സിനിമ പകുതിക്ക് ശേഷം ത്രില്ലർ സ്വഭാവമാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമ ക്രിസ്മസിനാണ് OTT റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 24 ആമസോൺ പ്രൈമിൽ സൂക്ഷ്മദർശിനി എന്ന സിനിമ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ്. ഭാവന, രഞ്ജി പണിക്കർ, ഡെയ്ൻ ഡേവിസ്, അനുമോഹൻ തുടങ്ങി ഒരു നീണ്ട നിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാവന തന്നെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 3 വീക്കിലായിരിക്കും ഹണ്ട് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപ്, നിതാ പിള്ളൈ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി എന്ന സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ തങ്കമണി എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 4 വീക്കിലായിരിക്കും തങ്കമണി എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 28 തങ്കമണി OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ്, സാഗർ സൂര്യയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഫാമിലി മൂവിയാണ്. എന്നാൽ സിനിമ അവസാനം ത്രില്ലർ സ്വഭാവത്തിലേക്കാണ് വരുന്നത്. ജോജു ജോർജ് മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെക്കുന്നത്. ജോജുവിന്റെ ആദ്യത്തെ സംവിധാന സിനിമയായതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പണി എന്ന സിനിമ 30 കോടി കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യനെറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഡിസംബർ 20 ശേഷമായിരിക്കും പണി എന്ന സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സിനിമ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.